അമ്മ ഇത് കണ്ടോ? നമ്മൾ മൂന്നാലും പാരീസിലേക്ക് പോവാ. അമ്മ ഇത് നോക്ക്. അതൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി കോടതിയിൽ തിരിച്ചു പ്രതികരിക്കാൻ നമുക്കത് ഗുണം ചെയ്യും. ഈശ്വര, സത്യമാണ് ഏട്ടനീ പറഞ്ഞത്? അല്ല, ആരാമൻ ഇതൊക്കെ അയച്ചു കൊടുത്തേ? എവിടുന്നാണെന്നോ ആരാണെന്നോ ഒന്നും നമുക്കറിയില്ലമ്മേ. ആരോ കൊറിയർ അയച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ അയച്ചാളിന്റെ മേൽവിലാസം അതിൽ വെച്ചിട്ടില്ല. ഇതാരാ ഇപ്പൊ നമ്മളെ ഇങ്ങനെ സഹായിക്കാം? ആ, അതാരായാലും അവർക്കതൊക്കെ എങ്ങനെ കിട്ടിയെന്നാ എനിക്ക് പിടികിട്ടാത്തെ. എന്തായാലും ആ തെളിവുകൾ കൊണ്ട് ഈ കേസ് ജയിക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസത്തിലാ ആരതി വക്കീല്. എന്റെ ദൈവമേ, നമ്മുടെ കഷ്ടകാലൊക്കെ തീരുവെന്ന് തോന്നുന്നു മക്കളെ. ഈ കുടുംബത്തെ നോക്കാൻ പഴങ്ങഞ്ഞിക്കട വരെ നടത്തി അമ്മ കഷ്ടപ്പെട്ടു. അതിന്റെ പേരില് ജയിലിൽ വരെ പോകേണ്ടി വന്നു. ഇപ്പെന്താ, കുടുംബം നോക്കാൻ ആരതിക്ക് വരെ കഷ്ടപ്പെടേണ്ടി വരുന്നു. ഈ കേസ് ജയിച്ചാ നമുക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അമ്മ എന്റെ അനിയത്തിമാരെയും പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. ആ, എന്നാ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അമ്മ കടുപ്പത്തിൽ ഒരു ചായ എടുത്തു വെക്കേ. ഏട്ടാ, ഏട്ടാ, ഇന്നെന്റെ ആദ്യത്തെ സാലറി കിട്ടി. ഇത് ഏട്ടന്റെ കയ്യിലിരിക്കട്ടെ. വേണ്ട മോളെ, ഇത് നിന്റെ തന്നെ ഇരിക്കട്ടെ. ഈ കുടുംബത്തിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നത് ഏട്ടനല്ലേ? ഇവിടുത്തെ ആവശ്യങ്ങളെല്ലാം ഏട്ടനല്ലേ നടത്തി തരുന്നത്? എന്റെ ഭർത്താവ് കളഞ്ഞിട്ട് പോകുന്നതിന് മുൻപും എന്റെയും എന്റെ മോളുടെയും എല്ലാ കാര്യങ്ങളും ഏട്ടൻ തന്നെയല്ലേ നോക്കിയിരുന്നത്. ഇനിയും നോക്കും, അതെനിക്കറിയാം. അതുകൊണ്ട് ഇത് ഏട്ടൻ തന്നെ വെച്ചോ. ഏട്ടൻ ഈ സ്നേഹം മാത്രം മതി മോളെ. ഈ പണം കുഞ്ഞുമോക്ക് വേണ്ടി നീ സൂക്ഷിച്ചു വെക്കേ, അത് മതി. കുടുംബത്തിന്റെ ചെലവൊക്കെ കഴിഞ്ഞു വെക്കോളും. എന്നാ പിന്നെ ഇത് അമ്മയുടെ കയ്യിരിക്കട്ടെ. അതെന്താ, നിന്റെ കയ്യിലിരുന്ന് എന്താ കുഴപ്പം? എന്റെ മോളുടെ കൈ തന്നെ വെച്ചേക്ക്. അമ്മ പോയി ചായ എടുക്കാം. ആരുടെ കയ്യിൽ വെച്ചാലും വേണ്ടില്ല, ഞങ്ങൾക്കിന്ന് ചെലവ് ചെയ്യണം. അത് ശരിയാ, ട്രീറ്റ് തന്നേ പറ്റൂ. അച്ഛാ, എന്റെ സ്കെച്ച് പെൻ എവിടെ? ഇന്നും മറന്നല്ലേ? ആര് പറഞ്ഞു മറന്നെന്ന്? എന്റെ പൊന്നുകൂടെ കാര്യം അച്ഛൻ മറക്കോ? എന്നിട്ട് എവിടെ? ബാഗിലുണ്ട്, മോളെടുത്തോ. ഇതെന്താ അച്ഛാ? അതോ, അതൊരു ഗിഫ്റ്റ് വൗച്ചറാ മോളെ. ഗിഫ്റ്റ് വൗച്ചറോ? ഇത് കൊടുത്ത ഗിഫ്റ്റ് കിട്ടോ? അച്ഛൻ എന്ത് ഗിഫ്റ്റാ കിട്ടുക? അതൊരു സർപ്രൈസ് ഗിഫ്റ്റാ. എന്ത് സർപ്രൈസ് പറയച്ചാ? നമ്മള് ഒരു സർപ്രൈസ് യാത്ര പോകുന്നു. എങ്ങോട്ട്?
പാരീസിലേക്ക്. പാരീസിലേക്കോ? മൈ ഫേവറേറ്റ് ഡിസ്നിലാൻഡ്. യെസ്, നമുക്ക് ഡിസ്നിലാൻഡിൽ പോകാം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മൊണാലിസയുടെ ചിത്രം വെച്ചിട്ടുള്ള ലൗർ മ്യൂസിയം കാണാം. ഈഫൽ ടവർ കാണാം. പാരീസ് നഗരത്തിന്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന സീൻ റിവറില് അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ ഗൗരിമോക്കും ബോട്ടിൽ സഞ്ചരിക്കാം. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാം. ഇത് ശരിക്കും സർപ്രൈസ് തന്നെ. ആ താങ്ക് യു അച്ഛാ. ഓ വെൽക്കം. നമ്മൾ എപ്പോഴാ പോകുന്നേ? നമ്മള് അടുത്ത മാസം ഫസ്റ്റ് വീക്ക് പോകും. വാവ്, എനിക്കിത് എന്റെ ഫ്രണ്ട്സിനോട് എല്ലാം പറയണം. പറഞ്ഞോ? എങ്ങോട്ട് പോകുന്ന കാര്യ അച്ഛനും മോളും കൂടി പറയുന്നത്? അമ്മ ഇത് കണ്ടോ? നമ്മൾ മൂന്നാലും പാരീസിലേക്ക് പോവാ. അമ്മ ഇത് നോക്ക്. പിന്നെ സത്യത്തില് നേരത്തെ നമ്മൾ കാശ്മീരിലേക്ക് പോകാനായിരുന്നല്ലോ പ്ലാൻ ചെയ്തിരുന്നത്. എടോ, ഞങ്ങളുടെ ബാർ അസോസിയേഷന്റെ ഒരു പ്രോഗ്രാമാണ് ഈ പാരീസ് ട്രിപ്പ്. സെലക്ട് ചെയ്യുന്ന 2 ഫാമിലിക്ക് ഒരു 1 വീക്ക് ട്രാവലിംഗ് വിത്ത് ഓൾ ഫെസിലിറ്റീസ്. നമ്മുടെ ഭാഗ്യം കൊണ്ട് അതിലൊരു ഫാമിലി നമ്മളാ. അതുകൊണ്ട് കാശ്മീർ യാത്ര നമുക്ക് തൽക്കാലം ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് നമുക്ക് പാരീസിലേക്ക് പോകാം. ഞാനിത് അച്ഛമ്മയും ശിശിരാന്റിയും രാജീവ് അങ്കിളിനെയൊക്കെ കാണിക്കട്ടെ. ഇങ്ങ് താമേ. എന്താടോ തനിക്കിത് കേട്ടിട്ടൊരു സന്തോഷമില്ലാത്ത? ഇത് കേട്ടപ്പോ തന്നെ തന്റെ മുഖം മാറിയല്ലോ. ഒന്നുമില്ല. യാത്രയെല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞോ? അതെന്താ, തനിക്ക് യാത്രയിൽ താല്പര്യമില്ലേ? തനിക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ നിർബന്ധിക്കുന്നില്ല. നമുക്ക് ടിക്കറ്റ് മറ്റാർക്കെങ്കിലും കൊടുക്കാം. വെറുതെ ഒരാളുടെ അവസരം കളയണ്ടല്ലോ. ഹലോ, അതെ. ഇല്ല, അത് ഓൾറെഡി ഫാക്സ് ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ. ഗൂഗിൾ ഈശ്വര, ഗൂഗിളിന് ഇത് എന്തു പറ്റി? ഇനിയും രാജീവ് ഗൂഗിളിനോട് എന്തെങ്കിലും പറഞ്ഞു കാണുമോ? മോളാകെ സന്തോഷത്തിലാണല്ലോ. ഇതെന്താന്ന് പോലീസ് അങ്കിളിന് അറിയാമോ? ഇല്ല. ഞങ്ങളെ പാരീസിലേക്ക് പോവാ. ഇത് നോക്കിയേ. ഇതാണോ കാര്യം? ഇത് നേരത്തെ ഗൂഗിൾ എന്നോട് പറഞ്ഞതാ. എന്നിട്ട് അമ്മ ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. പിന്നെ ഇപ്പോഴല്ലേ എല്ലാരും കൂടെ ഒത്തുകൂടിയത്.